ഹലോ ഗായ്സ്, ഇന്നൊരു കുഞ്ഞു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ഒരു മോർണിംഗ് ആണ്. രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ലാണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. പുറത്ത് നല്ല മഴയാണ്. മഴയായതുകൊണ്ട് തന്നെ കുറച്ച് മടിച്ചിട്ടാണ് കേട്ടോ എണീറ്റ് വരുന്നത്. ഇന്നലെ ഒരു നേരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മഴയാണ്. പല ജില്ലകളിലും റെഡ് അലേർട്ടാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലും റെഡ് അലേർട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം മഴയെല്ലാം നോക്കി നിന്ന് ഒന്ന് ഫ്രഷായി നമ്മളിത് കിച്ചണിലേക്ക് പോകാൻ പോവാണ്. അതിന് മുന്നേ തന്നെ കുറച്ച് സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ടുണ്ട്. മഴയും മടിയും എല്ലാം കലർന്നിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടാണ്. പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചെറുപയറാണ് കേട്ടോ കറി. പിന്നെ അടുപ്പിൽ ചോറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാറക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എണീറ്റ് വന്നു കഴിയുമ്പം കുറച്ച് സ്നേഹപ്രകടനം അത് പതിവാണ്. അവളിതുപോലെ ചിരിച്ച മുഖത്തിൽ ഇങ്ങനെ എണീറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. പാറക്കുട്ടിയുടെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ പുട്ടും ചെറുപയറും. അത് ഡെയിലി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അവൾ നല്ല സന്തോഷത്തോടെ അത് കഴിക്കും കേട്ടോ. അതിനിടയിൽ പാറക്കുട്ടിയുടെ ഇവക്കുട്ടൻ വന്നിട്ടുണ്ട്. ഓടി നടക്കുന്ന പ്രായമായതുകൊണ്ട് പാറക്കുട്ടിയുടെ കളിക്കൊന്നും ഇപ്പൊ ഇവക്കുട്ടനെ കിട്ടുന്നില്ല. അപ്പൊ കിട്ടിയ അവസരത്തില് കുഞ്ഞനെ തീനെ മടിയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ കുഞ്ഞി ചേച്ചി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ലഞ്ചിനായിട്ട് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് വറവിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയുള്ളിയെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഈ വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടത് ഇതുപോലെ ആയി കഴിയുമ്പം വൻപയർ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വയറ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പം ഇത് കഴിക്കാൻ അടിപൊളിയാണ്. വേറെ ഇഷ്ടമില്ലാത്തവരും ഇത് കഴിച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല കുറുവ അരിയുടെ നല്ല മണിമണി പോലത്തെ ചോറും മമ്പയർ ഉപ്പേരിയും പിന്നെ വെള്ളരി പരിപ്പിട്ട് വെച്ച കറിയാണ് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകി വെക്കാനായിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത്രയൊക്കെയാണ് വീട്ടിൽ വന്നിട്ടുള്ള എൻ്റെ ഒരു കുഞ്ഞു മോർണിംഗ്. പുറത്തത് മഴ നല്ല തകൃതിയിൽ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.